മൂവാറ്റുപുഴയിലെ നിർമ്മൽ കോളേജിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾ ഉച്ചനമസ്കാരത്തിന് അനുമതി തേടിയത് വിവാദമായി. അതായത് കോളേജിൻ്റെ വിശദീകരണം അതൊരിക്കലും തന്നെ അംഗീകരിക്കാനാവില്ല എന്നാണ്. ഈ വിഷയത്തിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അതിലൊന്ന് കോളേജിനെ അംഗീകരിച്ചും മറ്റൊന്ന് കോളേജിനെ പ്രതികൂലിച്ചുമാണ്. അതായത് മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് നമസ്കരിക്കാൻ ഒരു ക്രിസ്ത്യൻ കോളേജിൽ സൗകര്യം ആവശ്യമാണെന്ന് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുമ്പോൾ ഇതൊരു ആരാധനാലയമല്ല, പകരം നമസ്കരിക്കണമെങ്കിൽ പള്ളികളിൽ പോയി നമസ്കരിക്കാം എന്ന് കോളേജ് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം വലിയ ദൂരമില്ലാത്ത വിധത്തിൽ 3 പള്ളികൾ തൊട്ടടുത്തുണ്ട്. അതെല്ലാം മുസ്ലിം വിഭാഗങ്ങളുടെ വ്യത്യസ്ത പള്ളികളാണ്. അതായത് ഒരുപക്ഷെ സുന്നി പള്ളി ഉണ്ടാകും, ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളി ഉണ്ടാകും, അല്ലെങ്കിൽ മുജാഹിദ് പള്ളി ഉണ്ടാകും. ലഭ്യമായ വിവരമനുസരിച്ച് ഏകദേശം 300 മീറ്റർ ദൂരപരിധിയിൽ തന്നെ പള്ളികൾ ഉണ്ടെന്നാണ്. എന്നിരിക്കെ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കാനുള്ള ലഞ്ച് ബ്രേക്ക് ഉണ്ട്. വിദ്യാർത്ഥിനികൾ ചെയ്യേണ്ടത് ആ സൗകര്യം ഉപയോഗിക്കലാണ്. മുസ്ലിങ്ങളുടെ ആരാധനകളുടെ പേരിൽ നാം സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കരുത്. പിന്നെ ചിലർക്കെങ്കിലുമുള്ളൊരു നിരീക്ഷണം, മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനാനുമതി ഇല്ലല്ലോ എന്നാണ്. എന്നാൽ മുസ്ലിം സ്ത്രീകൾക്ക് നമസ്കാര സൗകര്യം നൽകുന്ന പള്ളികൾ ഇന്ന് നിരവധിയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് എല്ലാ സുന്നി പള്ളികളിലും ഒരു ഭാഗം അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ളൊരു ഭാഗം സ്ത്രീകൾക്ക് നമസ്കാര സൗകര്യമായി ഒരുക്കണം എന്നാണ്. മിക്ക പള്ളികളിലും അങ്ങനെ ഒരുക്കുന്നുമുണ്ട്. ഇനി അതൊന്നുമില്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ മുജാഹിദീൻ്റെയോ പള്ളിയിൽ പോയി നമസ്കരിച്ചാലും നമസ്കാരം ശരിയാകും. അതുകൊണ്ട് നിർമ്മല കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥിനികൾ എന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി നടത്തുന്നതല്ലാത്ത കോളേജുകൾ, മറ്റു ക്യാമ്പസുകൾ, അതിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളെല്ലാം നമസ്കരിക്കാൻ വേണ്ടി തൊട്ടടുത്ത പള്ളി സൗകര്യമുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മുസ്ലിംകൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് പള്ളിയിൽ പ്രവേശനം നൽകില്ല എന്ന് ഒരിക്കലും പറയില്ല. ഏത് സുന്നി വിഭാഗങ്ങളുടെ പള്ളികളിലാണെങ്കിലും ഇനി പ്രത്യേകം നമസ്കാര സൗകര്യം സ്ത്രീകൾക്ക് ഒരുക്കിയിട്ടില്ലെങ്കിലും ആവശ്യമെങ്കിൽ നമസ്കരിച്ച് പോരാൻ എവിടെയും ആരും സൗകര്യം ചെയ്യും. അതിന് കർമ്മശാസ്ത്രപരമായ വിലക്കുകളൊന്നുമില്ല. മുസ്ലിം സ്ത്രീകൾ പള്ളികളിൽ അല്ലെങ്കിൽ മസ്ജിദുകളിൽ പോയി നമസ്കരിക്കരുത് എന്ന സുന്നി കാഴ്ചപ്പാട് തന്നെ ഒന്ന് പുനഃപരിശോധന ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്, അല്ലാതെ അത് ഹറാമായി നിരോധിക്കുകയല്ല ചെയ്തത്. അത് നിരുത്സാഹപ്പെടുത്താനുള്ള കാരണവും സ്ത്രീകൾ അമിതമായി രംഗത്തിറങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ള പൊതു തത്വത്തിലാണ്. പക്ഷേ ഇക്കാലത്ത് മറ്റെല്ലാ ആവശ്യങ്ങൾക്കും, വിദ്യാഭ്യാസം, ജോലി, മറ്റു വിനോദം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പൊതു മേഖലകളിൽ ഇടപെടുന്ന മുസ്ലിം സ്ത്രീകൾ ഒരു നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഈ കണിശത എന്തിനു വെച്ച് പുലർത്തണം? അല്ലാതെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളോട് മാത്രം അലർജി അല്ലെങ്കിൽ പള്ളികളിൽ കയറാൻ പറ്റാത്തവർ എന്നൊരു കാഴ്ചപ്പാടിലല്ല ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തിയത്. പള്ളികളിൽ പോയി നമസ്കരിക്കേണ്ട നിർബന്ധ ബാധ്യതയില്ലാത്തവർ, അതുപോലെ പൊതുമേഖലകളിൽ അമിതമായി ഇടപെടേണ്ട ആളുകളല്ല, സ്വന്തം വീടും കുടുംബവും പരിസരവും നോക്കി ശ്രദ്ധിച്ച് കൊണ്ടു നടക്കുന്ന വിഭാഗം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇസ്ലാം ആ കേവല നിരുത്സാഹപ്പെടുത്തൽ തന്നെ നിയമമാക്കിയത്. അതുകൊണ്ട് എല്ലാ മുസ്ലിം വിദ്യാർത്ഥിനികളും പരമാവധി തൊട്ടടുത്തുള്ള പള്ളികളിൽ പോയി നമസ്കരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റ് കമ്മ്യൂണിറ്റി വിഭാഗം നടത്തുന്ന കോളേജുകളിൽ നിർബന്ധമായി നമസ്കാര സൗകര്യം ആവശ്യപ്പെടരുത്. എന്നാൽ അനുവദിക്കപ്പെട്ട ക്യാമ്പസുകളിൽ ഉള്ള സൗകര്യം ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ എനിക്ക് രണ്ടാമതായി പറയാനുള്ളത്, നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അതൊരു വിവേചനമാണ്. കാരണം ഞാൻ കണ്ട 90 അല്ലെങ്കിൽ 99% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വിദ്യാലയങ്ങളിലും കോളേജുകളാകട്ടെ സ്കൂളുകളാകട്ടെ എല്ലാത്തിലും കുർബാനയ്ക്ക് പ്രത്യേകം സൗകര്യം ചെയ്യുന്നുണ്ട്. പ്രത്യേകം ചർച്ചും കോളേജുകളോടും സ്കൂളുകളോടും ചേർന്ന് അവർ ചെയ്യുന്നുണ്ട്. എന്നിരിക്കെ
മറ്റൊരു സഹോദര വിഭാഗത്തോട് മാത്രം ഒരു വിവേചനം കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന വിദ്യാലയങ്ങൾ അതിൻ്റെ മേധാവികൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.